ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 5 വെറൈറ്റി ഫ്ലേവറിലുള്ള കിടിലൻ ലൈമുമായാണ്. കീപ് വാച്ചിങ് ഗായ്സ്. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ലെമണും എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വലിയ ലെമണാണ്, അതുകൊണ്ട് തന്നെ ലെമൺ ഞാൻ തൊലി ഒഴിവാക്കി നല്ലപോലെ വൃത്തിയാക്കി എടുത്ത് വെച്ചിന്. പിന്നെ ഞാൻ ഒരു വലിയ ലെമൺ മുഴുവനെ ഓരോന്നിലേക്ക് എടുക്കുന്നില്ല. നല്ല പുളിയുള്ള ലെമൺ ആയതുകൊണ്ട് ഞാൻ ഓരോ പീസാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്രേപ്പ് ലൈം പ്രിപ്പയർ ചെയ്യാം. 3 ടൈപ്പിലാണ് ഞാനിവിടെ ലൈം ജ്യൂസ് ആക്കുന്നത്. 3 ഡിഫറെൻറ്റ് ടൈപ്പിലാണ്. 3 ടൈപ്പിൽ നമുക്ക് ലൈം ജ്യൂസ് റെഡിയാക്കാം. ആദ്യം നമുക്ക് സാധാ മെത്തേഡിൽ ആവശ്യത്തിന് പഞ്ചസാരയും 1 ഗ്ലാസ് വെള്ളവും അതിലേക്ക് 1 പീസ് ലെമണും പിന്നെ 2-3 ഗ്രേപ്പ് എടുക്കുക. നല്ല പുളിയുള്ള ലെമൺ ആയതുകൊണ്ട് ഞാനൊരു പീസ് എടുക്കുന്നുള്ളൂ. ലെമണിൻ്റെ പുളിക്കനുസരിച്ച് വ്യത്യാസം വരുത്തണം. അതുപോലെ തന്നെ ഗ്രേപ്പിന് കളർ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവ നല്ല പോലെ നമുക്ക് ജ്യൂസ് ആക്കിയ ശേഷം ഗ്ലാസ്സിലേക്ക് അരിച്ച് ഒഴിച്ചെടുക്കാം. അതുപോലെ തന്നെ ഗ്രേപ്പിന് കളർ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവ നല്ല പോലെ നമുക്ക് ജ്യൂസ് ആക്കിയ ശേഷം ഗ്ലാസ്സിലേക്ക് അരിച്ച് ഒഴിച്ചെടുക്കാം. പിന്നെ ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഞാനിവിടെ ആപ്പിൾ ലൈമിനും ചെയ്തത്. 1-2 പീസ് ആപ്പിൾ എടുക്കുക. അതുപോലെ തന്നെ വെള്ളവും പിന്നെ പഞ്ചസാരയും വെള്ളവും ചേർത്ത് നമുക്ക് നല്ല പോലെ മിക്സ് ആക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൾ ലൈമിൽ 1 പീസ് ഇഞ്ചി ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല. അത് ചേർക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ കിട്ടും, ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആവും. അങ്ങനെ ഇപ്പം നല്ല പോലെ ജ്യൂസാക്കി നമുക്ക് ഇതും ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചു മാറ്റാം. ആപ്പിൾ ലൈം കണ്ടില്ല, നല്ല യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടാൽ പൈനാപ്പിൾ ലൈം പോലെ ഇരിക്കും. എനിക്ക് നല്ല ഇഷ്ടമാണ് പൈനാപ്പിൾ ലൈം. പക്ഷേ ഞാനിപ്പോൾ ഇന്ന് പൈനാപ്പിൾ ലൈം പ്രിപ്പയർ ചെയ്യുന്നില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈനാപ്പിൾ ഇല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ലൈമിൽ പൈനാപ്പിൾ ലൈമാണ്. അടുത്തത് മിൻറ്റ് ലൈമാണ്. മിൻറ്റ് ലൈം ഞാൻ തയ്യാറാക്കുന്നത് ആദ്യം മിൻറ്റും വെള്ളവും പഞ്ചസാരയും ചേർത്ത് നല്ല പോലെ ജ്യൂസാക്കി എടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ലെമൺ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒന്നുകൂടെ ജ്യൂസാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി മിൻറ്റ് ലൈമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അടുത്തത് നമ്മൾ തയ്യാറാക്കുന്നത് മാംഗോ ലൈമാണ്. മാംഗോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാംഗോ പൾപ്പാണ് എടുത്തത്. 1 പീസ് മാംഗോയോ അല്ലെങ്കിൽ കുറച്ച് മാംഗോ പൾപ്പോ എടുക്കുക. മാംഗോ ലൈം ഞാൻ തയ്യാറാക്കുന്നത് ആദ്യം പഞ്ചസാരയും വെള്ളവും ചേർത്ത് നല്ല പോലെ ജ്യൂസാക്കി എടുക്കുക. അതിനുശേഷമാണ് മാംഗോ പൾപ്പും ലെമണും അതിലേക്ക് ആഡ് ചെയ്ത് പിന്നീട് ഒന്നുകൂടെ ജ്യൂസാക്കി എടുക്കുന്നത്. ഈ ഒരു മെത്തേഡാണ് ഷോപ്സിലൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ ലൈം ഒന്നുകൂടെ കൂടുതൽ ടേസ്റ്റി ആവും. ഈ ഒരു മെത്തേഡ് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യാൻ നോക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി മാംഗോ ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ വാട്ടർമെലൻ്റെ ലൈമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ബത്തക്ക ലൈം. ബത്തക്ക ലൈമും ഞാൻ ഇതുപോലെ തന്നെ സെയിം മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ആദ്യം പഞ്ചസാരയും വെള്ളവും നല്ലപോലെ മിക്സാക്കിയ ശേഷമാണ്
വത്തക്ക പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു പീസ് വത്തക്ക കിട്ടാൽ മതി. ഞാൻ പിന്നെ എല്ലാത്തിലും കുറച്ച് എക്സ്ട്രാ എടുത്തത് എല്ലാം നല്ല ക്ലിയറിലും നല്ല കളർഫുള്ളായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫ്ലേവർ നല്ലപോലെ മുന്നിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്ക് ലൈം ജ്യൂസിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കസ്കസ് വെള്ളത്തിലിട്ട് പുതിർത്താൻ വെച്ചിനി. അങ്ങനെ പുതിർത്താൻ വെച്ചതുകൊണ്ട് ഇപ്പോൾ ഇത് പുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവ നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ ലൈം ജ്യൂസിലേക്കും കസ്കസ് ആഡ് ആക്കാം. ഇനി നമുക്ക് ഓരോ ലൈം ജ്യൂസിലേക്കും ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കൂളായ അടിപൊളി കിടിലൻ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ആക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് ലൈം ജ്യൂസ് മടുത്ത് പോവുകയില്ല ഇങ്ങനെ ഓരോ ഫ്ലേവറിൽ ചെയ്താൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.